ഹായ് ഓൾ, നമ്മളുടെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഒരു റിവിഷൻ സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുറപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആരംഭിക്കുന്നത് ആദ്യത്തെ മൊഡ്യൂളിൽ നിന്നാണ്. മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് പ്യുവർലി ബേസിക്സ് ആണ്. ബേസിക്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദി SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതേപോലെ തന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ കാൻഡല. രണ്ടും നമ്മൾ പഠിച്ചതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫിഡലിറ്റിയാണ്. ഫിഡലിറ്റി ഞാൻ പറയുന്നതിന് മുന്നേ പലപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും. അപ്പോൾ ഈ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും മിനിമം ഒരു 4 എണ്ണം, കാരണം ഡൈനാമിക് 4 എണ്ണേ ആകെയുള്ളൂ. അതേപോലെ തന്നെ സ്റ്റാറ്റിക്കിലും ഒരു 4 എണ്ണം പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ പറയുന്നത് ഡിഫൈൻ ഫിഡലിറ്റി. ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അല്ലേ? ഒരു സിഗ്നലിൻ്റെ റീപ്രൊഡക്ഷനാണ് ഫിഡലിറ്റി. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ എടുത്തതാണ്, അവിടെ കണ്ടു നോക്കുക. ഡിഫൈൻ ഫിഡലിറ്റി. അപ്പോൾ ഫിഡലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിസൈറബിളായ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ന് പഠിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഇവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: എക്സ്പ്ലെയിൻ ദ ഡിസൈറബിൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഫിഡലിറ്റി ഇതേപോലെ ഡൈനാമിക് എറർ, പിന്നെ സ്പീഡ് ഓഫ് റെസ്പോൺസ്, ഇത് മൂന്നും വരുന്നത് ഡിസൈറബിളായ ഡൈനാമിക് ആരെയാണ്. അപ്പോൾ ഇത് മൂന്നും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവണം. അപ്പോൾ ഡിസൈറബിൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫിഡലിറ്റി, ഡൈനാമിക് എറർ ആൻഡ് സ്പീഡ് ഓഫ് റെസ്പോൺസ്. അതുകൊണ്ട് ഇതിൻ്റെ മൂന്നിൻ്റെയും ഡെഫിനേഷൻ കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത് എക്സ്പ്ലെയിൻ റിപ്പീറ്റബിലിറ്റി ആൻഡ് റീപ്രൊഡക്റ്റിബിലിറ്റി. കഴിഞ്ഞൊരു വർഷം 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റബിലിറ്റി, റീപ്രൊഡക്റ്റിബിലിറ്റി. ഔട്ട്പുട്ടിലുണ്ടാവുന്ന ക്ലോസ്നെസ്സുമായി ബന്ധപ്പെട്ടതാണ്, പഠിച്ചതാണ് നമ്മൾ. എന്തായാലും അത് അതേപോലെ ഡെഫിനിഷൻ അതിലൊരു വ്യത്യാസവും വരുത്താതെ തന്നെ പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ: സജസ്റ്റ് എനി 3 മെത്തേഡ്സ് ടു റെഡ്യൂസ് ഗ്രോസ് എറർ. നമുക്കറിയാം, ഗ്രോസ് എറർ എന്ന് പറയുമ്പം ഹ്യൂമൻ മിസ്റ്റേക്ക് കൊണ്ടാണ് ആ എറേഴ്സ് വരുന്നത്. ആ എററുകളെ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡുകളാണ്. നമ്മളത് അധികം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്ന് പറയാം. അതായത് ഗ്രോസ് എറർ എന്ന് പറയുന്ന ഹ്യൂമൻ മിസ്റ്റേക്കുകൾ കൊണ്ടുവരുന്ന ഈ ഗ്രോസ് എറർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ ഈ പറഞ്ഞതിൽ ഒരു 3 മെത്തേഡ് നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്നാമത്തത്, നമ്മൾ ഒരു ഡാറ്റയെ റീഡ് ചെയ്യുമ്പോഴും റെക്കോർഡ് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു കെയർ കൊടുത്ത് വേണം ചെയ്യാൻ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മീറ്ററുകൾ അനലോഗ് ആണെങ്കിൽ അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട എററാണ് ഒബ്സർവേഷണൽ എറേഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിച്ചൊരു പേരാണ് പാരലാക്സ് എറർ. നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഈ പാരലാക്സ് എററുകൾ പലപ്പോഴും സംഭവിക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്: ഡാറ്റയെ റീഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്, നമ്മൾ അവിടെ എടുക്കുമ്പം കൂടുതൽ കെയർ കൊടുക്കണം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ എന്താ പറഞ്ഞു നോക്കൂ: 2 or 3 or even more റീഡിങ്സ്. അതായത് ഒന്നിൽ കൂടുതൽ റീഡിങ്സ് എടുക്കുക, അതിനുശേഷം അതിൻ്റെ ആവറേജ് എടുക്കുക. അതായത് ആവറേജ് എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എററിനെ പരമാവധി കുറയ്ക്കുക. അതായത് സിംഗിൾ റീഡിങ്ങിൽ മാത്രം നമ്മൾ ഉറപ്പിച്ച് നിർത്തരുത് എന്നർത്ഥം. കാരണം ചിലപ്പം അടുത്ത റീഡിങ് എടുക്കുമ്പോൾ വലിയൊരു വേരിയേഷൻ വന്നേക്കാം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്തെടുക്കുന്നത്? അരിത്മെറ്റിക് മീൻ എടുക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കി വയ്ക്കുക. മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് നോക്കാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അടുത്ത എക്സ്പ്ലെയിൻ ജനറലൈസ്ഡ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അറിയാലോ, പ്രൈമറി സെൻസിങ്,
വേരിയബിൾ കൺവേർഷൻ, വേരിയബിൾ മാനിപ്പുലേഷൻ, ഡാറ്റ പ്രസൻറ്റേഷൻ, ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ എന്നൊക്കെ പറയുന്ന കാര്യം. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം നന്നായിട്ട് പഠിക്കുക. ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം നന്നായിട്ട്, പ്രൈമറി സെൻസിങ്, വേരിയബിൾ കൺവേർഷൻ, വേരിയബിൾ മാനിപ്പുലേഷൻ, ഡാറ്റ ട്രാൻസ്മിഷൻ, ഡാറ്റ സ്റ്റോറേജ്, ഡാറ്റ പ്രസൻറ്റേഷൻ, ഈ ബ്ലോക്കുകളെല്ലാം നിങ്ങളുടെ ഫിഗറിൽ ഉണ്ടായിരിക്കണം. ബ്ലോക്ക് ഡയഗ്രാം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചോളാം. പിന്നെ ഇതിന് ഓരോ ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലനേഷനേക്കാൾ ഞാൻ പറയുക, നിങ്ങൾ ഡയഗ്രാംസ് ഉണ്ടോ, ഡയഗ്രാം നന്നായിട്ട് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ്റെ പകുതി മാർക്ക് നിങ്ങൾക്ക് ഡയഗ്രത്തിന് കിട്ടും. അതുകൊണ്ട് ഡയഗ്രാം വരച്ച് പഠിക്കാതിരിക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണിത്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചുറപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡിഫൈൻ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 5 സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് കോൺസ്റ്റൻ്റ് ആവും, അല്ലെങ്കിൽ സ്ലോലി വാരി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ അതാണ് സ്റ്റാറ്റിക് ക്യാര. ഈ സ്റ്റാറ്റിക് ക്യാരയിൽ ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, ചില ക്യാരക്ടറിസ്റ്റിക്സ് ഡിസൈറബിൾ ആണ്. അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ആക്യുറസി, പ്രിസിഷൻ, റിപ്പീറ്റബിലിറ്റി, അതേപോലെ റീപ്രൊഡക്റ്റിബിലിറ്റി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ഡിസൈറബിൾ ആണ്. അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റ് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ കമ്പൽസറി അല്ല. പക്ഷെ അതേ സമയത്ത് നമ്മളിപ്പം സ്റ്റാറ്റിക് എറർ, ഡെഡ് ടൈം, ത്രെഷോൾഡ്, റെസല്യൂഷൻ, ഹിസ്റ്ററിസിസ് എന്നൊക്കെ പറയുന്നത് അൺഡിസൈറബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 4 എണ്ണം മിനിമം, ഒരു 4 സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തായാലും പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകൾക്ക് നിരന്തരം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പഠിക്കുക. ഞാനത് വീണ്ടും വീണ്ടും പറയുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. പലപ്പോഴും സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ചോദിക്കുമ്പം എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, ഇവിടെ CGS, FKS, CGS, MKS, FPS, SI നമുക്കിതൊക്കെ അറിയാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടേബിൾ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ടേബിൾ എന്തായാലും പഠിക്കണം, ഈ ടേബിളും പഠിക്കുക. പക്ഷെ ചിലപ്പം പരീക്ഷയ്ക്ക് കുറച്ച് അഡ്വാൻസ്ഡ് വെർഷനിൽ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് ഇവിടെ. നിങ്ങൾ ചോദിക്കാം 1 kWh എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്. ഒരു കൺവേർഷൻ ഇവിടെ നമുക്ക് പോസിബിളായേക്കാം. 1 കിലോവാട്ട് എന്ന് വെച്ചാൽ 3.6 × 10⁻⁶ ജൂൾ. അപ്പോൾ ഈ ഒരു കൺവേർഷൻ എന്തായാലും ഒന്ന് പഠിക്കുക. അപ്പോൾ ഈ 3 ടേബിളുകൾ ഇവിടെ പഠിക്കണം. 3 ടേബിളുകൾ. ഇതിൻ്റെ ഒരു PDF ഞാൻ ഷെയർ ചെയ്യുന്നു. നമ്മളിത് അസൈൻമെൻ്റായിട്ട് എഴുതിയൊരു ഭാഗമായിരുന്നു. അതുകൊണ്ട് ഇതെന്തായാലും പഠിക്കണം. ചിലപ്പോൾ അവിടെ നിങ്ങളോട് ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന് പകരം കൺവേർഷൻസ് ആയിരിക്കാം ചോദിക്കുക. അപ്പോൾ കൺവേർഷൻസിൽ ഈ ടേബിൾ നിർബന്ധമായിട്ടും പഠിക്കണം, പരീക്ഷയ്ക്ക് വന്നേക്കാം. അതുപോലെ തന്നെ അന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണുക. അതിൽ ഓരോ ഭാഗം, ഇപ്പം 1 മില്ലി ഫോർ എക്സാമ്പിൾ ഇത് പറയുകയാണെങ്കിൽ 1 മെഗാ ഓം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10⁻⁶ ഓം ആണ് അല്ലേ? അത്തരത്തിലുള്ള കൺവേർഷൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, ഒന്ന് കണ്ടു നോക്കുക, ഉപകാരപ്പെടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വാരിയസ് സിസ്റ്റമാറ്റിക് എറർ. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സിസ്റ്റമാറ്റിക്, പലപ്പോഴും ഈ സിസ്റ്റമാറ്റിക് ആരും കാണൂല, എററിനെ കാണുള്ളൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, റാൻഡം എറർ, സിസ്റ്റമാറ്റിക് എറർ, ഗ്രോസ് എറർ എന്ന് എഴുതി വയ്ക്കും. 1 മാർക്കും കിട്ടില്ല. അപ്പം നിങ്ങളുടെ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുമ്പം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൽ സംഭവിക്കുന്ന എററുകളാണ് സിസ്റ്റമാറ്റിക്. അതിലെന്തൊക്കെ വരുന്നുണ്ട്, ഇൻസ്ട്രുമെൻ്റൽ എറർ, എൻവയോൺമെൻറ്റൽ എറർ, ഒബ്സർവേഷണൽ എറർ. ഇത് 3ഉം അതിൽ കവർ ചെയ്യണം. അപ്പം സിസ്റ്റമാറ്റിക് എറർ എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻ്റൽ എറർ വേണം, എൻവയോൺമെൻറ്റൽ വേണം, ഒബ്സർവേഷനിൽ വേണം. അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിക്കുക.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണിത്. ഇത് കഴിഞ്ഞൊരു വർഷം ചോദിച്ച ചോദ്യമാണ്. ഡിഫൈൻ ദി സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ടു ദി ചേഞ്ച് ഇൻ ഇൻപുട്ട്. ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ടു ദി ചേഞ്ച് ഇൻ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. റേഞ്ച് ആൻഡ് സ്പാൻ അറിയാലോ. റേഞ്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം മിനിമം, അതായത് ഒരു ഇൻസ്ട്രുമെൻ്റ് സേഫായിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. എന്നാൽ ആ റേഞ്ചിലെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും തമ്മിലുള്ള വ്യത്യാസമാണ് സ്പാൻ. മാറരുത്, പഠിച്ചു വയ്ക്കുക. അടുത്ത ഹിസ്റ്റെറിസിസ്. ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലോഡിങ് എഫക്റ്റിൻ്റെയും അൺലോഡിങ് എഫക്റ്റിൻ്റെയും നോൺ കോയിൻസിഡൻസ്, ഒരിക്കലും കൂട്ടിമുട്ടാത്തൊരവസ്ഥ. അതായത് ലോഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം മുന്നേ, ഈ ജിയോ ഒക്കെ വരുന്നതിന് മുന്നേ നമ്മളെ നെറ്റ്വർക്ക് എങ്ങനെയായിരുന്നു? നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്ന് അതിങ്ങനെ കറങ്ങുമായിരുന്നു അല്ലേ? കറങ്ങാൻ മാത്രമേ ഉള്ളൂ, കിട്ടത്തില്ല അല്ലേ? എന്തായിരുന്നു കാരണം? ഒരു സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാൻ ആർക്ക് ക്യാപ്പബിലിറ്റി ഇല്ല? ആ ഒരു നെറ്റ്വർക്കിന് ക്യാപ്പബിലിറ്റി ഇല്ല. അത് തന്നെയാണ് ഈ ലോഡിങ് എഫക്റ്റ്. അതായത് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റത്തിന് വളരെ സേഫായിട്ട് അല്ലെങ്കിൽ വളരെ കറക്റ്റായിട്ട് ഒരു സിഗ്നലിനെ മെഷർ ചെയ്യാൻ പറ്റാത്ത, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, മോണിറ്റർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതിനെയാണ് എന്ത് പറയുന്നത്? ലോഡിങ് എഫക്റ്റ്. അപ്പോൾ ഇവിടെ ഹിസ്റ്റെറിസിസ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ഡിഫൈൻ ലോഡിങ് എഫക്റ്റ്. എന്താണ് ലോഡിങ് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. അതിൻ്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം. പഠിക്കുക, സർക്കിൾ ഡയഗ്രാം വരയ്ക്കുക. അടുത്തത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു 4 ഡൈനാമിക് ക്യാരയുണ്ട്. അതിൽ സ്പീഡ് ഓഫ് റെസ്പോൺസ്, ഫിഡലിറ്റി, ഡൈനാമിക് എറർ, ഇത് മൂന്നും ഡിസൈറബിൾ ആണ്. എന്നാൽ മെഷറിംഗ് ലാഗ് അൺഡിസൈറബിൾ ആണ്. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ പറയുക എങ്ങനെയായിരിക്കും? ഗിവ് ദി അൺഡിസൈറബിൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അൺഡിസൈറബിളായ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ എഴുതാൻ പറ്റണം മെഷറിംഗ് ലാഗ് ആണത്. മെഷറിംഗ് ലാഗ്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും കൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണിത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അൺഡിസൈറബിൾ എന്ന് ചോദിച്ചാൽ അൺഡിസൈറബിൾ ഡൈനാമിക് ക്യാരയാണ് മെഷറിംഗ് ലാഗ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ടൈപ്സ് ഓഫ് എറർ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗ്രോസ് എറർ, സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ. അത് മൂന്നും ഡീറ്റെയിലാക്കുക. ഗ്രോസ് എന്ന് വെച്ചാൽ ഹ്യൂമൻ മിസ്റ്റേക്ക് കൊണ്ടാണ്. രണ്ടാമത് സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇനി റാൻഡം എറർ എന്ന് വെച്ചാൽ കോമ്പിനേഷനാണ്, അതായത് പ്രത്യേകിച്ചൊരു റീസൺ പറയാനില്ലാത്തത്. പഠിച്ചു വയ്ക്കാം. അടുത്തത് ഗിവ് ദി വൺ. ഇത് കഴിഞ്ഞ കുറച്ച് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. 2015 റിവിഷനിൽ വന്നൊരു ചോദ്യമാണ്. പക്ഷെ നമുക്ക് ഈ ടോപ്പിക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഇവിടെ വരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഗിവ് 1 വേർഡ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ടു ദി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്. അതായത് ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് അഥവാ റെഫറൻസുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾ, അതിനെയായിരുന്നു നമ്മൾ എന്തോ പറഞ്ഞത്? ആക്യുറസി ആണല്ലോ. അടുത്തത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ടു ചേഞ്ച് ഇൻ ഇൻപുട്ട്. അതെന്തായിരുന്നു? സെൻസിറ്റിവിറ്റി എന്ന് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഴയൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചിലപ്പോൾ നമുക്കിവിടെ അത് ഉപകാരപ്പെട്ടേക്കാം. അടുത്ത ഡിഫൈൻ ദ റെസല്യൂഷൻ. റെസല്യൂഷനും ത്രഷോൾഡും ചിലപ്പോൾ നിങ്ങളുടെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും. ഈ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ മിനിമം മെഷറബിൾ ഇൻപുട്ടാണ്. അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന മിനിമം ഇൻപുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രഷോൾഡ് എന്ന് പറയുന്നത്. ത്രഷോൾഡ്. അപ്പോൾ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിനിമം മെഷറബിൾ ഇൻപുട്ട് ചേഞ്ച്. മിനിമം മെഷറബിൾ ഇൻപുട്ട് ചേഞ്ച് ആണ് റെസല്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ത്രഷോൾഡും റെസല്യൂഷനും 1 മാർക്കിന് നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ക്വസ്റ്റ്യൻ: ഡിഫറൻഷിയേറ്റ്
differentiate threshold and resolution. ഡിഫറൻഷിയേറ്റ് ത്രഷോൾഡ് ആൻഡ് റെസൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ, ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ മിനിമം മെഷറബിൾ ഇൻപുട്ട്, മിനിമം മെഷറബിൾ ഇൻപുട്ട്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിനിമം മെഷറബിൾ ഇൻപുട്ട് ചേഞ്ച്. ആ ഒരൊറ്റ വാക്ക് എഴുതുക. 1 മാർക്കിനാണ് ചോദിച്ചതെങ്കിൽ, 3 മാർക്കിനാണെങ്കിൽ ഇവിടെ ഞാൻ ഡെഫിനിഷനിലേക്ക് വരുന്നുണ്ട്, നമ്മൾ അത് തന്നെ എഴുതി വെക്കണം. മനസ്സിലായല്ലോ? ഇപ്പം ത്രഷോൾഡും റെസൊല്യൂഷനും, ത്രഷോൾഡ് റെസൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം. അടുത്തത് അക്യുറസി ആൻഡ് പ്രിസിഷൻ. അറിയാലോ, നമ്മളിപ്പം പറഞ്ഞ കാര്യമാണ്. പ്രിസിഷൻ എന്ന് വെച്ചാൽ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആണ് നമ്മളുടെ മെഷർമെൻറ്റ് എന്നുള്ളത്. അടുത്ത ഡിഫൈൻ റിലേറ്റീവ് ലിമിറ്റിംഗ് എറർ. നമുക്കറിയാം അല്ലേ, എറർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെഷേർഡ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. എന്നാൽ റിലേറ്റീവ് ലിമിറ്റിംഗ് എറർ എന്ന് പറഞ്ഞാലോ, റിലേറ്റീവ് ലിമിറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എറർ. എറർ നമുക്കറിയാലോ, എറർ എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ. മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ശരിക്കും സ്റ്റാറ്റിക് എറർ അല്ലെങ്കിൽ എറർ എന്ന് പറയുന്നത്. അതും ആ ഒരു എററും ട്രൂ വാല്യൂവും തമ്മിലുള്ള റേഷ്യോ, ട്രൂ വാല്യൂവും തമ്മിലുള്ള റേഷ്യോ ആണ് ഏത്? ലിമിറ്റിംഗ് എറർ എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് എറർ എന്ന് പറയുന്നത്, ലിമിറ്റിംഗ് എറർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തായി? റിലേറ്റീവ് ലിമിറ്റിംഗ് എററായി. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. ഇപ്പം മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എറർ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്കതിന് എന്ത് വിളിക്കാം? സ്റ്റാറ്റിക് എറർ അല്ലേ. ഇത് ബൈ ട്രൂ വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? ലിമിറ്റിംഗ് എറർ. റിലേറ്റീവ് എന്ന് പറയുമ്പം ഇൻറ്റു 100. റിലേറ്റീവ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ സ്റ്റാറ്റിക് എറർ പറഞ്ഞു. സ്റ്റാറ്റിക് എറർ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. ഇനി ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതായിരുന്നു, ഡിഫൈൻ സ്റ്റാറ്റിക് കറക്ഷൻ. എന്താ ഈ സ്റ്റാറ്റിക് കറക്ഷൻ? സ്റ്റാറ്റിക് എററിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ എടുത്താൽ സ്റ്റാറ്റിക് കറക്ഷൻ കിട്ടി. ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാറ്റിക് എറർ ആൻഡ് സ്റ്റാറ്റിക് കറക്ഷൻ? ഇവിടുന്ന് ഡയറക്റ്റ് അല്ലാത്ത ഒരു ചോദ്യം ഇതായിരിക്കും. സ്റ്റാറ്റിക് എററും സ്റ്റാറ്റിക് കറക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സ്റ്റാറ്റിക് എറർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി സ്റ്റാറ്റിക് കറക്ഷൻ. കിട്ടിയോ? സ്റ്റാറ്റിക് എറർ എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് എറർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി സ്റ്റാറ്റിക് കറക്ഷൻ. അതായത് സ്റ്റാറ്റിക് കറക്ഷൻ്റെ നെഗറ്റീവ് അല്ലേ. സ്റ്റാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി സ്റ്റാറ്റിക് കറക്ഷൻ. സ്റ്റാറ്റിക് എറർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി സ്റ്റാറ്റിക് കറക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ, ത്രഷോൾഡും റെസൊല്യൂഷനും തമ്മിലുള്ള കാര്യം ഞാൻ വീണ്ടും പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡ്രിഫ്റ്റ്. എന്താണ് ഈ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റീഡിങ്സിൽ എന്ത് വരിക? ഒരു ചെറിയൊരു ഷിഫ്റ്റ്. ആ ഷിഫ്റ്റിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡായ ലെക്ചർ നമുക്ക് അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. ഈ ഡ്രിഫ്റ്റ് പ്രധാനമായിട്ട് 3 തരത്തിലാണുള്ളത്. 1 സീറോ ഡ്രിഫ്റ്റ്, 2 സ്പാൻ ഡ്രിഫ്റ്റ്, 3 സോണൽ ഡ്രിഫ്റ്റ്. ഇത് അധികം കാണാത്ത ഒരു ചോദ്യമാണ്. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം മാത്രം, ഈ പറഞ്ഞ സംഗതി മാത്രം ഒന്ന് പഠിക്കുക. ഈ 3 ഫിഗറുകൾ നിർബന്ധമായിട്ടും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഇല്ലെങ്കിൽ ആദ്യത്തെ 2 എണ്ണം പഠിച്ചാലും മതി, 1 and 2 മതി. ഇത് രണ്ടും വളരെ പ്രാധാന്യമുള്ള 2 ഫിഗറുകളാണ്, പഠിച്ചു വെക്കണം.
ഇനി സ്റ്റാറ്റിക് ആരെയും ഡൈനാമിക് ആരെയും തമ്മിലൊരു കമ്പാരിസൺ, പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം എന്താണ് അതിൻ്റെ ഒരു കമ്പാരിസൺ. സ്റ്റാറ്റിക്, ഡൈനാമിക്. എനിക്ക് തോന്നുന്നു ഇത് 3 മാർക്കിനാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു സംഗതിയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ദ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ എന്ന് പറഞ്ഞിട്ട് ആക്യുറസി, പ്രിസിഷൻ, റിപ്പീറ്റബിലിറ്റി, റീപ്രൊഡക്റ്റിബിലിറ്റി, അതേപോലെ ത്രഷോൾഡ്, റെസല്യൂഷൻ, ഹിസ്റ്ററിസിസ് കൊടുക്കുക. അതേപോലെ ഡൈനാമിക് ആര നേരത്തെ നമ്മൾ പഠിച്ച സ്പീഡ് ഓഫ് റെസ്പോൺസ്, മെഷറിംഗ് ലാഗ്, നമ്മളുടെ ഫിഡലിറ്റി, ഡൈനാമിക് എറർ ഒക്കെ ഒന്ന് കൊടുത്താൽ നല്ലത്. കാരണം 3 മാർക്കിന് എഴുതേണ്ടത് കൊണ്ടാണ്, ഞാൻ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങളത് നോക്കി എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കേണ്ടത്. വളരെ പ്രാധാന്യമുള്ളതാണ്, അതുകൊണ്ട് മാർക്ക് കളയരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ.